ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം സെക്സ് ഡിറ്റർമിനേഷൻ അഥവാ ആൺകുട്ടിയും പെൺകുട്ടിയും ജനിക്കുന്നതിൻ്റെ വസ്തുതകളെക്കുറിച്ചാണ്. നമുക്കറിയാം, എല്ലാ ജീവജാലങ്ങളുടെയും ക്രോമസോണുകളുടെ നമ്പർ വ്യത്യസ്തമാണെന്ന്. മനുഷ്യരിൽ എത്ര ക്രോമസോമുണ്ട്? മനുഷ്യരിൽ 46 ക്രോമസോണുകളാണ് ഉള്ളത്. റിപ്രൊഡക്റ്റീവ് സെൽ ഒഴികെ മറ്റെല്ലാ സെല്ലുകളിലും മനുഷ്യരിൽ 46 ക്രോമസോമുകൾ ഉണ്ടായിരിക്കും. റിപ്രൊഡക്റ്റീവ് സെല്ലുകളായ സ്ത്രീകളുടെ അണ്ഡത്തിലും പുരുഷൻ്റെ സ്പേമിലും 23 ക്രോമസോമുകളേ ഉള്ളൂ. മനുഷ്യരിലെ 46 ക്രോമസോമുകൾ 2 ചേർന്ന് 23 പെയർ ക്രോമസോമുകളായാണ് സെല്ലുകളിൽ കാണുന്നത്. റിപ്രൊഡക്റ്റീവ് സെല്ലുകളിലെ പ്രത്യേക രീതിയിലുള്ള സെൽ ഡിവിഷൻ കാരണം സ്ത്രീകളുടെ അണ്ഡത്തിലും പുരുഷൻ്റെ സ്പേമിലും പകുതി ഹാപ്ലോയിഡ് ക്രോമസോമുകൾ സിംഗിൾ സെറ്റായാണ് കാണപ്പെടുക. ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ബീജസങ്കലനം വഴി സ്ത്രീകളുടെ പകുതി ക്രോമസോമുകളുള്ള അണ്ഡവും പുരുഷൻ്റെ പകുതി ക്രോമസോമുകളുള്ള സ്പേമും ചേർന്ന് ഫുൾ പെയർഡ് ക്രോമസോമുകളുള്ള ഗർഭം അഥവാ സൈഗോട്ടായി രൂപം പ്രാപിക്കും. ക്രമേണ ഈ സൈഗോട്ട് പൂർണ്ണ വളർച്ചയുള്ള ശിശുവായി വളരുന്നു. സ്ത്രീകളുടെ അണ്ഡത്തിൽ എപ്പോഴും 2X ക്രോമസോമുകളാണ് ഉള്ളത്. പുരുഷ ബീജത്തിൽ Xഉം Yയും ക്രോമസോമുകൾ ഉണ്ട്. ബീജസങ്കലന സമയത്ത് പുരുഷ ബീജത്തിലെ X ക്രോമസോമും സ്ത്രീയുടെ അണ്ഡത്തിലെ X ക്രോമസോമുമായി ചേരുമ്പോൾ 2X ക്രോമസോമുള്ള പെൺകുട്ടി ജനിക്കുന്നു. സ്ത്രീയുടെ അണ്ഡത്തിലെ X ക്രോമസോമുകൾ പുരുഷ ബീജത്തിലെ Y ക്രോമസോമുകളാണ് ചേരുന്നതെങ്കിൽ XY ക്രോമസോമുള്ള ആൺകുട്ടി ജനിക്കും. പുരുഷ ബീജത്തിൽ Xഉം Yയും ക്രോമസോമുകൾ ഉണ്ട്. അതിൽ ഏറ്റവും സജീവമായ ഒരു ബീജം സ്ത്രീയുടെ അണ്ഡവുമായി ആദ്യമേ സങ്കലനം ചെയ്യുന്നതിനെ ആശ്രയിച്ചായിരിക്കും ലിംഗ നിർണയിക്കപ്പെടുന്നത്. പുരുഷ ബീജത്തിലെ Y ക്രോമസോമുകളാണ് ആൺകുട്ടികൾ ജനിക്കാൻ കാരണമാകുക. സ്ത്രീകളിൽ Y ക്രോമസോമുകൾ ഇല്ല. അമ്മയിൽ 1-ാം മാസത്തിൽ പുരുഷപ്രജ ലഭിക്കാൻ ചില കർമ്മങ്ങൾ ചെയ്തു വരുന്നുണ്ട്. പുംസവനം സത്യമോ മിഥ്യയോ? ചിന്തിക്കൂ. നന്ദി, നമസ്കാരം.